പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 19 ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയരുകയാണ്. നാളെയാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. പ്രമുഖ തെന്നിന്ത്യൻ നടൻ പ്രകാശ് രാജ് നിർവഹിക്കും. 590 പ്രതിനിധികൾ പങ്കെടുക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ 1-2 കൂടിയാലും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. സംസ്ഥാനത്തെമ്പാടുമുള്ള ഏതാണ്ട് 6 ലക്ഷത്തോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ പ്രതിനിധി. പ്രകാശ് രാജ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തും. പിന്നെ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ, സഖാവ് പിണറായി വിജയൻ, സഖാവ് മുഹമ്മദ് റിയാസ്, സഖാവ് ഡബിള റഹീം ഇവരൊക്കെ സാന്നിധ്യം സമ്മേളന വേദിയിൽ ഉണ്ടാകും. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. യുവ സഖാക്കൾക്ക് മാർക്സിസം ലെനിനിസത്തിന്റെ പ്രാരംഭ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് കർമ്മശേഷിയോടുകൂടി ഈ VD സതീശൻ ഭരിക്കുന്ന കേരളത്തിലും നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യയിലും വിപ്ലവകരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക, എങ്ങനെയാണ് വിപ്ലവ കേരളത്തെ കൈപിടിച്ച് ഉയർത്തുക, എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ ഭരണാധികാരം തിരിച്ചു കൊണ്ടുവരിക, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സഖാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, സഖാക്കളുടെ ചുമതലകൾ എന്തൊക്കെയാണ്, എങ്ങനെ ബുദ്ധിപരമായിട്ടും സർഗാത്മകമായിട്ടും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും, എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർക്ക് കുഴിമാടം ഒരുക്കുക, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മൃതദേഹം അത് പ്രതീകാത്മകമായിട്ട് കൊച്ചി കായലിൽ ഒഴുക്കുക, എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിനെ വഴിയിൽ തടയുക, എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ ആർട്ടിൽ കഴിവ് തെളിയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഖാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശില്പശാലകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ട് അവതരണവും അതിനെക്കുറിച്ച് സഖാക്കളുടെ വിമർശനപരവും സ്വയം വിമർശനപരവുമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല ഈ സമ്മേളനത്തിന്റെ ഹൈലൈറ്റ് എന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് സഖാവ് ചിന്താ ജെറോമിനെ തെരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐക്ക് പ്രഗത്ഭരായ വനിതാ നേതാക്കന്മാർ അല്ലെങ്കിൽ നേതാക്കൾ മുമ്പുണ്ടായിട്ട്, പക്ഷെ പ്രസിഡന്റായിട്ട് ഒരു വനിത വരുന്നത് ഇതാദ്യമായിട്ടാണ്. അതിന് സർവ്വതാ യോഗ്യമായിട്ടുള്ള ഒരാൾ ഇന്നിപ്പോ കേരള സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ, ഡിവൈഎഫ്ഐയിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചിന്താ ജെറോമാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ. ചിന്താ ജെറോമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ പേരിൽ ചിന്ത ഉണ്ടെങ്കിലും പ്രവൃത്തിയിൽ ചിന്തയില്ല എന്നുള്ളതാണ്. മലയാളത്തിൽ ഇന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ജിമിക്കിയും കമ്മലും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല. അമ്മയുടെ ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ആ ദേഷ്യത്തിന് ബ്രാൻഡി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. എന്തുകൊണ്ട് ജിമിക്കിയും കമ്മലും ഹിറ്റായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ നമ്മൾ അറിയാത്ത ചില സംസ്കാരം, നമ്മൾ കേട്ട ശീലമില്ലാത്ത ചില സംസ്കാരം ഈ നാട്ടിലേക്ക് കടന്നു വരികയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ചിന്ത കൂടാതെ എന്തും വിളിച്ചു പറയാനുള്ള കഴിവും പ്രാപ്തിയുമാണ് അവരെ ഡിവൈഎഫ്ഐയുടെ സമുന്നത നേതൃസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ ഒരു ഫീഡ്ബാക്ക് ആണ് ഞങ്ങളിപ്പോൾ ഓരോ വീടുകളിലും ചെന്നാണല്ലോ വോട്ടർമാരെ കാണുന്നത്. അപ്പൊ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. പിന്നെ ചിന്താ ജെറോമിന് വേറൊരു ഗുണം കൂടിയുണ്ട്. അവര് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിലുപരി ഗവേഷണ ബിരുദവും നേടിയിട്ടുള്ളതാണ്. എന്റെ മോള് ഡിഗ്രിയാണടാ, ഡിഗ്രി. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. വൈലോപ്പള്ളിയുടെ വാഴക്കുലയെ കുറിച്ച് നടത്തിയ പഠനത്തിൽ കേരള സർവകലാശാലയിൽ നിന്നാണ് ചിന്തയ്ക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റുള്ള, ഇംഗ്ലീഷ് ഭാഷ അതിമനോഹരമായിട്ട് സംസാരിക്കാനും എഴുതാനും ഇംഗ്ലീഷിൽ ചിന്തിക്കാനും കഴിവുള്ള പ്രാപ്തിയുള്ള അതിപ്രഗത്ഭയായ ഒരു നേതാവാണ് സഖാവ് ചിന്താ ജെറോം. Politics and youth have a very problematic and very difficult relationship. That is, in some point of view, we can say that young people, they are disengagers in politics. I am the answer. Kilometers and kilometers. In these days of degenerating decencies, of Miami Beach to Washington, when diplomacy and bureaucracy become interchangeable from complicated America to America. But at some point of view,
They are the leaders of some significant mass movements and political movements. Actually, it's very difficult. It's a very complex term. Youth, the word youth itself is a complex term. എന്താ ഷൈട്ടോ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. 2027 രാജ്യസഭയിലേക്ക് വരുന്ന ഒഴിവിൽ പാർട്ടി പരിഗണിക്കുന്നത് ചിന്തയാണ്. കാരണം AR റഹീമിനോടൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റിയ ഒരാൾ ഇന്നിപ്പോൾ പാർട്ടിയിൽ, വനിതകൾ വേറെ ആരുമില്ല. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. regarding the this how many of them? So the government. So because why did the here? Why only the poor? അറിഞ്ഞിട്ട പേരാ ശശി. അപ്പോൾ സഖാവ് ചിന്താ ജെറോം കൂടി ഡിവൈഎഫ്ഐയുടെ നേതൃനിരയിലേക്ക് വരുമ്പോൾ, സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ ആഗോള തമാശക്കാരനായ സാക്ഷാൽ MA ബേബിയുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൽ MV ഗോവിന്ദൻ മാഷുണ്ട്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ സഖാവ് ഡബിള റഹീമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൽ സഖാവ് ചിന്താ ജെറോമുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് സഖാവ് ശിവപ്രസാദുണ്ട്. അങ്ങനെ മൊത്തം തമാശക്കാരുടെ, ജോക്കർമാരുടെ ഒരു വലിയ നിര തന്നെ ഈ പാർട്ടിയെ നയിക്കാൻ, യുവജന സംഘടനയെ നയിക്കാൻ, വിദ്യാർത്ഥി സംഘടനയെ നയിക്കാൻ ഉണ്ട്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കേരളീയർക്ക് ഇനിമേൽ സിനിമാല കാണേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചിരിക്കുടുക്ക കാണേണ്ട ആവശ്യമില്ല, ഈ ഗം പോലെയുള്ള വിനോദ പരിപാടികൾ കാണേണ്ട ആവശ്യമില്ല. വെറുതെ TV ഓൺ ചെയ്താൽ മതി, സഖാവ് ചിന്താ ജെറോം വരും, സഖാവ് ശിവപ്രസാദ് വരും, അത് പോരെങ്കിൽ സഖാവ് ഗോവിന്ദൻ മാഷ് വരും, പിന്നെ അഖിലേന്ത്യയിൽ നിന്ന് ബേബി സഖാവും ഡബിൾ റഹീം സഖാവും വരും. മൊത്തം നമ്മുടെ ജീവിതം ചിരിച്ച് 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 മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. പഴയ ഒരു സിനിമാ പാട്ടുണ്ട്, ഏത് സിനിമയിലെന്ന് ഓർക്കണില്ല. കണ്ണുനീരിനൂട്ടാറ്റ ചുടു കണ്ണിനീരിനൂട്ടാറ്റ എന്ന് ആരംഭിക്കുന്ന കാരണം അതിലൊരു വരി എങ്ങനെയാണ്: ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം ചിരിയുടെ അമിട്ടിന് തിരികൊളുത്താം. അങ്ങനെ ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിച്ചിരിച്ച് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചിരിയുടെ അമിട്ടിന് തിരികൊളുത്താൻ. തൃശ്ശൂർ എന്ത് സംഭവിക്കുന്നു? തൃശ്ശൂരിൽ ഡിവൈഎഫ്ഐയുടെ സമ്മേളനം നടക്കുന്നു. അവിടെ സഖാവ് ചിന്താ ജെറോമിനെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നു. ഇനി അങ്ങോട്ട് ചിരിയുടെ അമിട്ടിന് തിരികൊളുത്തു. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. ഈ അമിട്ടിന് തിരികൊളുത്തുന്ന സ്ഥലമാണ് തൃശ്ശൂർ. അതറിയാലോ, തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടാണ്. വെടിക്കെട്ടിലെ പ്രധാന താരം എന്ന് പറഞ്ഞാൽ അമിട്ട. ഈ അമിട്ടാ പൊട്ടി മേപ്പട്ടാ പോയി എന്ന് പറയുന്നവരാണ് തൃശ്ശൂർക്കാർ. അപ്പോൾ ഇതിന് തൃശ്ശൂർ തന്നെ വേദി ഒരുക്കിയത് നന്നായി. റീജിയണൽ തിയേറ്ററിലല്ല, ആ തൃശ്ശൂർ റൗണ്ടിലായിരുന്നു ഒന്നുകൂടി നല്ലത്. കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് ഈ അമിട്ടിന് തിരികൊളുത്തത്. അങ്ങനെ ചിരിയുടെ അമിട്ടുമായിട്ട് സഖാവ് ചിന്താ ജെറോം വരികയാണ്. അതോടൊപ്പം തന്നെ ശിവപ്രസാദുണ്ട്, ഗോവിന്ദൻ മാഷുണ്ട്, ബേബി സഖാവുണ്ട്, റഹീം സഖാവുണ്ട്. ഇനി നമുക്ക് ചിരിച്ച് ചിരിച്ച് മരിക്കാനാണ് യോഗം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.